നമ്മുടെ അലൈനിൽ വിൻ്റർലാൻഡൊക്കെ ഓപ്പൺ ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതുവരെ പോയിട്ടില്ലാത്ത ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാമേ. ഒരാൾക്ക് 25 ദിർഹമാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഏരിയയിൽ കുറച്ചൊരു ഓർഗനൈസേഷൻ്റെ ഒരു അപാകതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എങ്കിലും അകത്ത് കയറുമ്പോൾ നല്ല മനോഹരമായൊരു വിൻ്റർ വൈബ് നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയത് കൊണ്ടാണോ എന്നറിയില്ല, അന്നധികം തിരക്കും ഉണ്ടായിരുന്നില്ല. എന്തായാലും പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കഴിയുന്നത് ഒരു ഫ്രൈഡേയോ മറ്റോ അല്പം നേരത്തെ കയറാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ അവിടെ നല്ല തിരക്കാണെന്ന് പ്രതീക്ഷിച്ചൊരു വൈബ് കിട്ടുന്നില്ലെന്നൊക്കെ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നേരത്തെ നിങ്ങൾ കയറാൻ ശ്രമിക്കുക. ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡിൽ തന്നെ കുറച്ച് ഉള്ളിലേക്ക് കയറിയാൽ പാർക്കിങ്ങിന് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വിൻ്റർലാൻഡ് എൻട്രൻസിന് കുറച്ച് അകലെയായിട്ട് പാർക്ക് ചെയ്യുന്നതാവും ബെറ്റർ. പിന്നെ വിൻ്റർലാൻഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല ചൂട് ചായയും കടിയൊക്കെ കിട്ടുന്ന സ്പോട്ടുണ്ട്. നമ്മുടെ മലയാളികൾ നടത്തുന്ന ഇടമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 1 മണിക്കൂറിലേക്ക് 100 ദിർഹമൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒന്ന് കറങ്ങി അടിച്ച് ചായയൊക്കെ കുടിച്ചിറങ്ങാനാണെങ്കിൽ അധികം ചിലവില്ലാതെ കണ്ടിറങ്ങാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇടമാണ് അലൈൻ വിൻ്റർലാൻഡ്. ജനുവരി 15 വരെ മാത്രമേ ഈ ഇവൻ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഹസ ബിൻ സൈദ് സ്റ്റേഡിയത്തിൻ്റെ പുറകുവശം. അതായത് അബുദാബിയിൽ നിന്ന് അലൈനിലേക്ക് വരുന്ന റോഡാണെങ്കിൽ വിൻ്റർലാൻഡിന് ശേഷമാണ് സ്റ്റേഡിയം വരുന്നത്.